കോഴിക്കോട് താമരശ്ശേരിയിൽ വീട് മാറി കൂടോത്രം നടത്തിയൊരു സംഭവം ഉണ്ടായി. അതിലാളെ പിടികൂടി. ആ പിടികൂടിയ ആളെ പോലീസ് താക്കീത് നൽകിയൊക്കെ വിട്ടയച്ചിട്ടുണ്ട്. ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നിർമ്മിച്ച വീടും സ്വത്തുമെല്ലാം സ്വന്തം പേരിലാക്കിയ ഭാര്യയ്ക്കെതിരെ പ്രയോഗിക്കാനായിരുന്നു ഈ ഭർത്താവ് കൂടോത്രം ഏൽപ്പിച്ചത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഭർത്താവ് ഏൽപ്പിച്ച മന്ത്രവാദി കൊടുത്തുവിട്ട ആ വസ്തുക്കൾ വീട് മാറി മുറ്റത്ത് നിക്ഷേപിക്കുകയായിരുന്നു. ആരും കാണില്ലെന്ന് കരുതി ചെയ്ത ഈ പ്രവൃത്തി പക്ഷേ CCTV ക്യാമറയിലൂടെ വീടിനകത്തുള്ളവർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പെട്ടുപോയത്. ഒരാള് വന്നു, ബെല്ലൊന്നും അടിച്ചില്ല. അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോ അപ്പുറത്തേക്ക് പോയി തെങ്ങിന്റെ ഭാഗത്തേക്ക് എന്തോന്ന് കൊണ്ടുവന്നിട്ടത് കണ്ടതാ. അപ്പൊ ഞങ്ങള് നോക്കിയിട്ട് ആളെ കാണുന്നില്ല. ആള് പുറത്തേക്ക് പോയി. പിന്നെ നേരെ ഞങ്ങള് വീട് മാത്രം ലക്ഷ്യം വെച്ചോണ്ടുണ്ട്. പിന്നെ നേരെ തിരിഞ്ഞ് റോഡുമലേക്ക് അങ്ങോട്ടേക്ക് എന്നാ പോയത്. അത് പിന്നെ മെയിൻ റോഡുമലേക്ക് ഞാൻ വണ്ടി എടുത്ത് പോയി. ഞാനും മോളും കൂടെ പോയപ്പോ ആളവിടുന്ന് കിട്ടി, കണ്ടു. അങ്ങനെ അവിടുന്ന് എല്ലാവരും കൂടി പിന്നെ പോലീസിനെ അവരെ അറിയിച്ചു. പോലീസ് വന്നു. പരീതിന്റെ വീടും തെരഞ്ഞാണ് വന്നത്. പക്ഷെ വീട് മാറിപ്പോയതാണ് സംഭവം. അപ്പൊ പോലീസിനെ ഞങ്ങള് മെയിൻ റോഡുമെന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസിനെ അവരെ വിളിച്ചു. ആളെ കൊണ്ട് പോലീസ് വന്ന് ഇവിടെയൊക്കെ വന്ന് നോക്കി ഒക്കെ എടുത്തു പോയി. അപ്പൊ അയാള് പറഞ്ഞു വീട് മാറിയതാണെന്നാ പറഞ്ഞത്. പരീതി എന്ന് പറഞ്ഞ ആൾക്കാണ്. അയാള് പയോണുള്ളതാണ്, കരികുളന്നോ. രാഹുൽ KV ആണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, ഇത്രയും ഗതികെട്ട മനുഷ്യന്മാരല്ല ഞാൻ പറയുന്ന. ഒന്നാ പിടികൂടിയ ഒരാള്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബാക്കിയുള്ളവര്, അതും കൂടോത്രം, വേറെ ഒന്നും കിട്ടിയില്ല. ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ വിശ്വസിച്ച് പോകാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ്. അത് പറഞ്ഞ പടി അത് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരും അങ്ങനെയല്ലേ പിടിയിലായത്. ഇപ്പോൾ വീട് മാറുന്നു. ആ വീട്ടുകാരുടെ അവസ്ഥയും കൂടിയാണ് ഞാൻ ആലോചിക്കുന്നത്. അവരെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയൊക്കെ നമ്മൾ കേട്ടതാണ്. CCTV ഉള്ളതുകൊണ്ട് ആളെ കിട്ടിയല്ലേ. ഇതിപ്പോൾ പോലീസ് എന്ത് താക്കീതാണ് കൊടുത്തു വിട്ടത്? ഇതിന് പിന്നിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ. എന്ത് പറയുന്നു എല്ലാവരും? കൂടോത്രം മന്ത്രവാദം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നത് ഉടയ്ക്ക് സാമി എന്നുള്ള ഡയലോഗാണ് സിനിമയിൽ നിന്ന്. ഇതിപ്പോൾ ഈ താമരശ്ശേരിയിൽ ഏതായാലും ഉണ്ടായത് രസകരമായ ഒരു സംഭവമാണെന്ന് പറയാം. അതേ സമയത്ത് തന്നെ കൂടോത്രം പോലെയുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അതിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് തന്നെയാണ്. ഒരു ഭാഗത്ത് കൂടോത്രം, മറുഭാഗത്ത് സയൻസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അതായത് വീട്ടിലുള്ള ക്യാമറയിൽ ഒരാൾ വീട്ടിൻ്റെ മുറ്റത്തേക്ക് അനുമതിയില്ലാതെ വന്നിട്ടുണ്ട് എന്നുള്ള സൈറൻ അടിച്ച് വീട്ടുകാർ നോക്കുന്ന സമയത്താണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഗേറ്റ് കടന്ന് വീട്ടുമുറ്റത്തേക്ക് വരുന്നു. ഇങ്ങനെ നിരീക്ഷിച്ച് പോവുകയാണ്. അതിനുശേഷമാണ് ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം, അതായത് മുകളിൽ നിന്നെല്ലാം ഒരാൾ കാണുന്നുണ്ട് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തില്ല എന്നതാണ്. അങ്ങനെ കൈവശമുണ്ടായിരുന്ന വസ്തു തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് എറിഞ്ഞതിന് ശേഷം പോവുകയാണ്. വീട്ടുകാർ പെട്ടെന്ന് തന്നെ അയാളെ പിന്തുടർന്ന് പോവുകയും താമരശ്ശേരി ഔട്ട് പോസ്റ്റിനടുത്ത് വെച്ച് ഇയാളെ പിടികൂടുകയും ചെയ്തു. തുടർന്നാണ് കൂടോത്രവും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. തുടർന്ന് കൂടുതൽ ആളുകൾ വരികയും പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. പോലീസ് ഏതായാലും ഇയാളെ താക്കീത് ചെയ്ത് വിട്ടയക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇദ്ദേഹം പോലീസിനോടും ഒപ്പം തന്നെ ഈ വീട്ടുകാരോടുമൊക്കെ പറഞ്ഞത് വീട് മാറി നടത്തിയൊരു കൂടോത്രം എന്നതാണ്. അതായത് ഒരാൾ ഈ ഒരു മന്ത്രവാദിയെ കണ്ടെത്തി മന്ത്രവാദിക്ക് കൂടോത്രം അത് ഏൽപ്പിക്കുന്നു. മന്ത്രവാദത്തിന് ശേഷം ഈ മന്ത്രവാദി അതിൻ്റെ വസ്തുക്കൾ ഇയാളുടെ കൈവശം കൊടുത്ത് ഇന്ന വീട്ടിൽ ഇവരാണ് നമുക്ക് കൂടോത്രം ഏൽപ്പിച്ചത്, അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണമെന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ് ചെയ്തത്. പറഞ്ഞ വീടിൻ്റെ അടയാളം മാറിപ്പോയി, അല്ലെങ്കിൽ ഒരുപോലെ സാമ്യത തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വീട്ടിലെത്തിയാണ് ഈ സാധനങ്ങൾ നിക്ഷേപിച്ചതെന്നതാണ്. ഈ വീട്ടിൽ ഇതൊരു പ്രവാസിയുടെ വീടാണ്. ഇവരുടെ ഭാര്യയും മകളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ആ സമയം. ഇനി ഈ മന്ത്രവാദിയെ കണ്ടെത്തിയ ആളുടെ വിശദാംശങ്ങൾ കൂടുതലായി പറഞ്ഞു. അയാളും ജോലിയൊക്കെ ചെയ്ത് ഭാര്യയുമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭാര്യ അയാളെ വീടും സ്വത്തുമൊക്കെ തട്ടിയെടുത്തു. അപ്പം മറ്റു ഗാർഹിക പീഡന പരാതികളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഭാര്യയ്ക്ക് ഒരു ദോഷം വരുത്തുക എന്ന രീതിയിൽ കൂടോത്രം ഏൽപ്പിച്ചു എന്നാണ് നമുക്ക് ഏതായാലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ കൂടോത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറുഭാഗത്ത് CCTV ഉപയോഗിച്ച് CCTVയുടെ സഹായത്തോടെ ആളെ കണ്ടെത്തുക എന്നുള്ള ശാസ്ത്രത്തിൻ്റെതായ വഴികൾ ഒക്കെ തന്നെയാണ് താമരശ്ശേരിയിൽ കണ്ടിട്ടുള്ളത്. ഏതായാലും നാട്ടുകാരുടെ